മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കേരം നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. കറുപ്പ് നിറത്തിന്റെ പേരിൽ നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ നടത്തിയ അധിക്ഷേപത്തിൽ ഉറച്ചുനിന്ന നർത്തകി കലാമണ്ഡലം സത്യഭാമ. മോഹിനിയാട്ടത്തെക്കുറിച്ച് താൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ്. മോഹിനിയാട്ടം പുരുഷന്മാർ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സൗന്ദര്യം വേണമെന്നും സത്യഭാമ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പരാമർശത്തിൽ ഒരു കുറ്റബോധവുമില്ല. താൻ ഇനിയും പറയും. ആരെയും ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല. വർണ്ണവറി നടന്നുവെന്നതിന് പോലീസിനും കോടതിക്കും തെളിവ് വേണ്ടേ? വ്യക്തിയുടെ പേര് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. കേസിന് പോയാൽ പോട്ടെയെന്നും സത്യഭാമ പറഞ്ഞു. ഡോക്ടർ RLV രാമകൃഷ്ണനെയും ഒന്നടങ്കം ആക്ഷേപിച്ചതിൽ ശക്തിയായിട്ട് പ്രതിഷേധിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ കടമയാണ്. അവരുടെ മുഖത്ത് അടിയേറ്റ സംഭവമാണ് കലാമണ്ഡലം സത്യഭാമ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഈ കാര്യത്തിൽ അവർക്ക് തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അവരുടെ പേരിൽ തീർച്ചയായിട്ടും ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കറുത്തവർ മത്സരത്തിന് വരരുത്. മത്സരത്തിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട്. മേക്കപ്പ് ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. പട്ടിയുടെ വാലിലും ഭരതനാട്യമാണിപ്പോൾ. കലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രതികരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. നമസ്കാരം, ഞാൻ RLV ജോളി മാത്യു, ഒരു മോഹിനിയാട്ടം നർത്തകൻ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ ശിഷ്യനും, RLVയിൽ നിന്ന് MA മോഹിനിയാട്ടം 1ാം റാങ്കോടെ പാസ്സായതും കേന്ദ്ര സംസ്കാര വകുപ്പിൻ്റെ മോഹിനിയാട്ടം സീനിയർ ഫെലോഷിപ്പ് ആദ്യം നേടുന്ന ഒരു പുരുഷ നർത്തകനെന്ന നിലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെപ്പോലെ തന്നെ ഒരു പുരുഷ മോഹിനിയാട്ട നർത്തകൻ നേരിടേണ്ടി വന്നതായ മനോവേദനയിൽ, അതായത് നിറത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പുരുഷനായി പോയതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകളിൽ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഒരു നിറത്തിൻ്റെ പേരിൽ ഒരു കലാകാരനോട് അവഗണന കാണിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് തീർത്തും വേദനാജനകമായ ഒന്നാണ്. പിന്നെ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന ഒന്നാണ് മോഹിനിയാട്ടം എന്നൊരു തെറ്റായ ധാരണ ചിലരുടെ ഇടയിലെങ്കിലും ഒളിഞ്ഞ് ഇരിപ്പുണ്ട്. ആ സ്ത്രീകളെക്കാളും ഭംഗിയായി പുരുഷന്മാർ ചെയ്യുന്ന മോഹിനിയാട്ടം ചെയ്യുന്നത് അനവധി പേരുണ്ട്. അതിനുള്ള അവസരങ്ങൾ സർക്കാർ തലത്തിൽ മുമ്പിട്ട് ഇറങ്ങിക്കൊടുക്കാതെ, അവർക്ക് അവസരം കൊടുക്കാതെ അവരുടെ കഴിവ് തെളിയിക്കാൻ സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം. കറുത്തവർ മത്സരത്തിന് വരരുത്. മത്സരത്തിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട്. മേക്കപ്പ് ഇട്ടാണ് ഇപ്പോൾ പലരും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. പട്ടിയുടെ വാലിലും ഭരതനാട്യമാണിപ്പോൾ. കലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രതികരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. നിലപാടുകൾ വ്യക്തമാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ എനിക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും എനിക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്.